സമയത്ത് ശ്രീ ശിവൻകുട്ടിയും ചിന്താ ജെറോമും മുകേഷും ഉൾപ്പെടെയുള്ളവർ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടത്. താങ്കളുടെ പാർട്ടിയിൽ നിന്നുള്ളവർ മാത്രമാണ് അദ്ദേഹത്തെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടത്. മന്ത്രി വന്നോ? മന്ത്രിയല്ല, ഒരു വിരോധവുമില്ല. എന്റെ നേരെ നിങ്ങൾ ഉന്നയിച്ചത് ഞാൻ ചില കാര്യങ്ങളൊന്നും കാണുന്നില്ല, ചിലതേ കാണുന്നുള്ളൂ എന്നാണ്. എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. പക്ഷെ ഞങ്ങളെപ്പോലുള്ള യുവത്വം കണ്ടിട്ടുള്ളത് കാസ്റ്റ് സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്ന, രോഹിത് വെമുലയുടെ മാതാവിനെ ചേർത്ത് പിടിക്കുന്ന, ഗൗരി ലങ്കേഷിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ കാശ്മീരിന്റെ വിഷയങ്ങൾ ഉന്നയിക്കുന്ന, ഫെഡറൽ സംവിധാനം നേരിടുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോയാണ് ഞങ്ങളെപ്പോലുള്ള യുവത്വം കണ്ടത്. അത് പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, അങ്ങ് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ. ഞാൻ അങ്ങ് പറഞ്ഞ ദേശീയ നേതാവിനെ അല്ല വിമർശിച്ചത്. ഞാൻ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എന്തോ പറഞ്ഞിരിക്കുന്നു എന്ന് തെറ്റായി ധരിച്ചു. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഇങ്ങോട്ടെ, ഇനി ഞാൻ കീച്ചാം. ഒരറിയിപ്പുണ്ട്, ഇനി കിട്ടണത് നീ മേടിച്ചോ. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതേ വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുപോയി ഇവിടുത്തെ നവോത്ഥാന നായകനാക്കുന്ന താങ്കളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു വാക്ക് വിമർശിക്കാനുള്ള ചങ്കൂറ്റം ഈ വേദിയിൽ താങ്കൾ കാണിക്കുമോ എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ വിമർശിച്ചത് അദ്ദേഹം മത്സ്യകർഷകരുടെ അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ പോകുന്നതിനിടയിൽ കടലിൽ ചാടിയത് അങ്ങേക്ക് പ്രശ്നമായി തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങയുടെ പാർട്ടിയിലെ നികേഷ് കുമാർ കിണറ്റിൽ ചാടിയത് അങ്ങേക്ക് ഒരിക്കലും പ്രശ്നമായി തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മുതലും പലിശ ചേർത്ത് കിട്ടി. എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. പ്രിയങ്ക ഗാന്ധിയുടെ മൂക്കിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള സാദൃശ്യത്തെ പറ്റിയുള്ള പ്രശ്നങ്ങളോ താങ്കൾ പ്രശ്നമായി ചിത്രീകരിക്കുന്നുണ്ട്. അതേസമയം താങ്കളുടെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇരട്ടച്ചങ്കിനെ കുറിച്ച് താങ്കളുടെ അണികളും താങ്കളുടെ പ്രവർത്തകരും 24 മണിക്കൂറും പുകഴ്ത്തുന്നത് ഒരു പ്രശ്നമായി താങ്കൾ ഒരിടത്തും പറഞ്ഞ് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാശാനെ, അടി തെറ്റി ആശാനും വീഴും. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ.